ഹലോ ഗൈസ്, നമ്മൾ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലൊരു കാര്യം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ എടുക്കുന്ന ഈ സബ്ജക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ കിച്ചുവിനെ ബേസ് ചെയ്തിട്ടാണ്. കിച്ചു അത്യാവശ്യം അവൻ്റെ ബിസിനസ്സുമായിട്ട് മുൻപോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നില്ല അവനക്ക് ബിഗ് ബോസിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. ബിഗ് ബോസ് ഒരു വലിയ പ്ലാറ്റ്ഫോം ആണെന്നുള്ള വാഴത്തരമൊന്നും എനിക്കില്ല. അപ്പോൾ അതിനകത്തേക്ക് പോയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ ഇച്ചിരി പൈസ കിട്ടും, കൂടെ ഉള്ള അഭിമാനവും മാനവും കൂടെ നഷ്ടപ്പെടും എന്നതിനപ്പുറം പിന്നെ ഒരു നാണമില്ലായ്മ ലൈഫിൽ ഉണ്ടായി കിട്ടും. ഏത് മേഖലയിൽ പോയാലും നാണമില്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന ആകെയുള്ള ബെനിഫിറ്റ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം വിഷയം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിയച്ചാർക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇടുന്നു. അത് ഇംഗ്ലീഷിലായിപ്പോയി. മലയാളം പോലും വായിക്കാൻ അറിയാത്ത കൊച്ചിന് ഇംഗ്ലീഷിൽ ഒരു പോസ്റ്റ് ഇട്ട കിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. വട ടീം അതെടുത്ത് വെച്ചിട്ടാണ് പറയുന്നത്. സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരെയും സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാൻ, തിരിച്ചു കിട്ടുമ്പോൾ കുഴപ്പമാണ്. ഇതങ്ങനെയാണ്, അവരുടെ സ്ഥിര പരിപാടി അങ്ങനെയാണ്. നമ്മളുടെ വൈകല്യത്തിനെ കളിയാക്കും. അപ്പം എൻ്റെ രോഗാവസ്ഥയെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കും. വളരെ മ്ലേച്ഛമായിട്ട് അവർ പറയും, വൈകല്യപ്പെട്ട് ഉള്ളവരെ പറ്റി പറയും. ഇനി അവരെ മോശമായിട്ട്, അതായത് അവർക്ക് മോശമായ ഒരു അവസ്ഥയുണ്ട്, അസുഖമുണ്ട്, അത് ആ ഒരവസ്ഥയിൽ അവരെ വെറുതെ വിടുന്നില്ല എന്ന് പറയും. ഓൾറെഡി മോശമായ വൈകല്യാവസ്ഥയുള്ള ഒരു സ്ത്രീയെ വളഞ്ഞിട്ടടിക്കുകയാണ്, അത് കുഴപ്പമില്ല. പക്ഷെ അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കുഴപ്പമാണ്. ബിഗ് ബോസ് ടീം ഒന്നടങ്കം ഇറങ്ങും അവർക്ക് വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കണം, എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇവറ്റുകൾക്ക് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇനി പയ്യൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടത്, അഫ്കോഴ്സ് എന്തുകൊണ്ട് അവിടെ പോയില്ല എന്നൊരു ചോദ്യം വരും. അല്ലെങ്കിൽ എന്ത് പറയും, അടുത്ത ഇന്റർവ്യൂവിന് ടീമുകളെ വിളിച്ചിട്ട് പറയും, ഞാൻ അവനെ കാത്തിരുന്നു, പായസം വെച്ച് കാത്തിരുന്നു, അവൻ വന്നില്ല. ആരെന്നറിയാമോ? സുധി ഇല്ലേ, സുധി, അലവലാതി സുധി, അവന്റെ മോനില്ലേ, അവന്റെ ആദ്യ ഭാര്യ ഓടിപ്പോയപ്പോ കളഞ്ഞിട്ട് പോയ അവനില്ലേ, അവൻ ഇവിടെ വന്നിട്ടില്ല. നിങ്ങളെ വിളിക്കാറുണ്ടോ? ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, എന്നെ വിളിക്കാറൊന്നുമില്ല. ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് വിളിക്കാൻ പറ്റുക? അന്ന് പറഞ്ഞതാണ്, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഏരിയയിലെങ്ങാനും വന്ന കാല് തല്ലി ഓടിക്കും. ഇത് പറഞ്ഞത് ആര്? കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നില്ല എന്ന് പരാതി പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഇനി വാക്കളെ ഒക്കെ ഇംഗ്ലീഷ് അറിയോ? എന്തൊരു ഗമയാ എടീ. ഇപ്പം നഴ്സറി പിള്ളേർ വരെ ഇംഗ്ലീഷ് സംസാരിക്കും. ഇത്രയും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഇംഗ്ലീഷ് അറിയില്ല എന്ന് ക്രെഡിറ്റോട് കൂടി കൊണ്ടുവന്നിരുത്തി വർത്താനം പറയുന്നതാണ്. അവൻ എന്തായാലും അവൻ്റെ ചാനൽ നോക്കും. അവൻ പാട്ട് പാടാൻ പറയുമ്പോൾ അവൻ പാടുന്ന പാട്ട് പോലും ആ ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്ത പാട്ടാ. അല്ലാണ്ട് മസീക്കറ ആ നെഞ്ചിനിലെ ആ പൊന്നുണണൈ എന്നല്ലല്ലോ ആ കുട്ടി പാടുന്നത് വിടുക. അവൻ അവൻ്റെ ചേട്ടനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. നീ ഇനി തലകുത്തി മറിഞ്ഞാലും അതിൻ്റെ ചെവി തുറക്കുന്ന ദിവസം അവൻ്റെ കൈ നിന്റെ മുഖത്ത് പതിച്ചിരിക്കും. ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയ തെറ്റുകളാണ് ആ കുട്ടിയോട് ചെയ്യുന്നത്. കുണ്ണിണ പറഞ്ഞേന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വരും. കുഞ്ഞുങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ തൊടുമ്പം തിരിച്ചും കിട്ടും. കിച്ചുവിനെ പറയുന്ന ഇവരൊക്കെ തന്നെ എന്ത് മാതൃത്വമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കിച്ചു ഒരു അമ്മയുടെ മകനാണ്. ആ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ലക്ഷക്കണക്കിന് അമ്മമാരവനെ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അവരുടെയൊക്കെ മകനാണ്. അത്രയും അമ്മമാരുടെ നെഞ്ച് നീറുന്ന പരിപാടി നിനക്കൊക്കെ ചെയ്യാം. തിരിച്ചു പറയുന്നത് കേൾക്കാൻ വയ്യേ? എന്താ, നിന്റെയൊക്കെ മക്കളെ സ്വർണത്തിലുണ്ടാക്കിയതാണോ? കിച്ചു അങ്ങനെ അല്ല എന്നാണോ പറഞ്ഞു വരുന്നേ? കിച്ചു പറഞ്ഞതിൽ എന്താ തെറ്റ്? പൊതുസമൂഹം മനസ്സിലാക്കാനുള്ള സാധനം അവിടെ വിട്ടിട്ട് പോകുന്നു. ഈ ടൈം ലൈനിൽ ആ ദിവസം അവനിട്ട പോസ്റ്റ് വളരുമ്പോൾ ആ കുട്ടി കാണും. നീ ചെയ്യുന്ന ഓരോ അക്രമവും, കിച്ചുവിനെതിരെ നീ കാണിക്കുന്ന എല്ലാ വെകിടത്തരവും ആ കുട്ടി കാണും. അത് മനസ്സിലാക്കും. എപ്പോഴെങ്കിലും അവന് തിരിച്ചറിവുണ്ടാകും. നിനക്ക് പെടലി നോക്കി ഒരെണ്ണം തന്നില്ലെങ്കിൽ നീ എഴുതി വെച്ചു. അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഞാൻ മക്കളെ ഒന്നും പറയാറില്ല. ഞാൻ മക്കളെ പറയുന്ന ആളെ അല്ല. ഐ എം വെരി ഡീസൻ്റ് ആണ്. പക്ഷേ ഞാൻ തംബ്നെയിലിൽ കൊടുക്കുന്നത് മകൻ അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതിനകത്ത് മക്കൾ വരത്തില്ല, അമ്മയെ വരുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ തംബ്നെയിൽ അങ്ങനെ ഇട്ടാലും അകത്ത് വേറെ അല്ലേ പറയുന്നത്. അയ്യോ ഇത് ആരാ ഇപ്പോൾ? ഇതൊക്കെ അനുകൂലിക്കുകയും അക്സെപ്റ്റ് ചെയ്യുന്ന നല്ലൊരു സമൂഹം ഇവിടെയുണ്ട്. അവരൊക്കെ അതെടുത്ത് വെച്ച് ചുമന്നുകൊണ്ട് നടന്നാൽ മതി. ഞാൻ എവിടെയും പോയിട്ട് ഇന്നാൾ എൻ്റെ സുഹൃത്താണെന്ന് ഇന്നവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ പഠിച്ചവർ പലരും ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഒരുപാട് പേരുണ്ട്. ഹയർ അതോറിറ്റി ഇരിക്കുന്ന ഒരു ബന്ധുക്കളുണ്ട്. പക്ഷെ ഒരാളെ കൊണ്ട് എനിക്ക് ഫേവറായിട്ട് ഒരു കോള് വിളിപ്പിച്ചത് കാണിച്ചു തരാമോ? അങ്ങനെ എനിക്കൊരു ഫേവർ ആരെങ്കിലും ചെയ്യണമെന്ന് ഇന്നവരെ ഞാൻ വിചാരിച്ചിട്ടുമില്ല. എൻ്റെ ഒപ്പം നിൽക്കണമെന്ന് ഞാൻ ഒരു വാഴകളെടുത്തും പറഞ്ഞിട്ടുമില്ല. ഒരാളുമില്ല. എൻ്റെ ഒപ്പം ആരെങ്കിലും വന്ന് നിന്നിട്ടുണ്ടോ അവർക്കൊക്കെ തന്നെ അവരുടേതായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ്.
അവർ കാര്യസാധ്യം നടക്കും. അവർ നമ്മളെ അതായത് പിൻകാലം കൊണ്ട് ചവിട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നതിന് സാക്ഷിയായതാണ് ഞാൻ. പലരെയും നിങ്ങൾക്ക് കാണാം, പലരും എൻ്റെ അടുത്തേക്ക് വരുന്നത് അവരുടെ കാര്യസാധ്യത്തിനാണ്. ചില ഇല്ലീഗൽ സാധനങ്ങൾ പറ്റില്ല എന്ന് ഞാൻ മുഖത്തടിച്ചാണൊക്കെ പറയും. അപ്പോൾ ഉടനെ ഞാൻ ശത്രുവാകും. 3-4 വർഷക്കണക്കിനിരുന്ന് അവരാധിക്കും. വാർത്താ സമ്മേളനത്തിൽ പോയിരിക്കുന്ന ഒരു സ്ത്രീ അവരെന്നെ വിളിച്ച തെറി അത് നിങ്ങൾ കേൾക്കണം. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പറയണ കുണുവാവയാണ്. അവരെൻ്റെ ജീവനാണ്, അവരെൻ്റെ പ്രാണനാണെന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ ഇന്നലെ ഇത് കേൾപ്പിക്കില്ല എന്ന് വിചാരിച്ചതാണ്. അവരെൻ്റെ പൊന്നുമോളാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, കേൾക്കാം. എനിക്ക് ആരാന്നറിയാവോ? എന്റെ കുഞ്ഞനുജത്തിയാണ്. എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ഒരു ജന്മത്തിൽ എന്റെ സഹോദരി ആയിരിക്കണം ഒരു പക്ഷെ അവർ. അതുകൊണ്ടായിരിക്കും എനിക്ക് അവരോട് ഇത്രയും സ്നേഹം തോന്നുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവനും ഞാൻ കൊടുത്തിട്ട് പോടി. എന്റെ ഉയിരൻ ദൈവം ഒരു ജീവൻ മതി, ഈശ്വരന് ഒരു ജീവൻ മതിയെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഞാൻ കൊടുക്കൂടി രേണുവിന്. എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല. മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല, ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ. എന്റെ ജീവൻ അങ്ങോട്ട് ഞാൻ കൊടുത്തു കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. നീ എന്താ എന്നെ ആളെ വിട്ട് ശ്രമിക്കണ? എന്റെ ജീവൻ ഞാൻ രേണുവിന് കൊടുത്തിട്ട് പോടി നായി. ഇപ്പൊ ഇതിനകത്ത് തെറിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കേൾപ്പിക്കാത്തത്. ആൻഡ് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ കോൾ ചെയ്തത് എൻ്റെ അടുത്താണ് ആദ്യം ഒരു മെസ്സേജ് കൊണ്ടുവന്ന് ഇടുന്നത്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എനിവേ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന്. എൻ്റെ അടുത്ത് അവർക്കൊരു ഒരു ജൂഡിഷ് പീറ്റർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്കൊരു കമന്റ് ഇട്ടിരിക്കുന്നു. അത് ആ ആൾ എൻ്റെ ആളാണ്, ഞാൻ പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. ഷാജി കൊടിവിള എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹമാണ് കമന്റ്. അദ്ദേഹം എവിടെ ഒരു കമന്റ്, ഇങ്ങനത്തെ ഒരു കമന്റ് ഒന്നും അദ്ദേഹം എവിടെ ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു എവിഡൻസ് അവരുടെ കയ്യിൽ ഇല്ല. എന്തായാലും ഇയാളിട്ട കമന്റിന് ഞാനാണ് ഉത്തരവാദി എന്നുള്ളത്. അയാളിട്ട കമന്റിന്റെ സാരാംശം ഇതാണ്: നീ ചാകില്ല, ദേഹം മുഴുവൻ വ്രണം വന്ന് പൊട്ടി പുഴുത്ത് ഉറുമ്പ് പൊതിഞ്ഞ് നീ കാലാകാലങ്ങളോളം കിടക്കും. അപ്പോൾ നീ പറയും, ദൈവമേ എന്നെ ഒന്ന് കൊന്നു താ, ഞാൻ മടുത്തു എന്ന്. അപ്പോൾ ദൈവം പറയും, നീ ഇങ്ങനെ പുരുവഴിച്ച് കിടന്നോ, നിന്നെ എനിക്കും വേണ്ട ചെകുത്താനും വേണ്ട, എനിക്കും വേണ്ട ചെകുത്താനും വേണ്ട, എന്തോ അത്രയ്ക്ക് വിഷമാണ് നീ എന്ന്. അപ്പൊ ഇയാൾ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിൽ അങ്ങനെയാണ്, അതാണ് കൊണ്ടുവന്നിട്ടിട്ടാണ് തുടങ്ങുന്നത്. തെറിയാണ്, ഒരു 4ഓളം വോയിസ് തെറി മാത്രമാണ്. ഞാൻ അപ്പൊ അതിന് മറുപടി ചിരിയാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ പിന്നെ എഴുതിയിട്ടുണ്ട് പേളകി എന്ന്. അല്ല, കുറച്ച് മുമ്പ് പറഞ്ഞത് ഏതാ ഒരുത്തം ഭർത്താവായിട്ടുണ്ടെന്നാണ്. അവനില്ലേ അവൻ ചത്താക്കിട്ട് പോയാൽ കൊച്ചുങ്ങൾ ഉണ്ടാവൂലേ? നിന്നെ പോലെ സാധനം കൊച്ചുങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. നിന്നെ ആളെയൊക്കെ വെച്ച് അടിക്കേണ്ട കാര്യമൊന്നും നിന്നെ നേരിട്ട് കിട്ടിയ ഞാൻ തന്നെ തരുന്നുണ്ട്. മനസ്സിലായോ? ആളെ വെച്ച് അടിക്കാനും മാത്രം നീ എന്താ? എനിക്ക് 2 തരണം നേരിട്ട് ഞാനങ്ങ് തരും. എനിക്ക് കുട്ടിയൊന്നും ഇല്ല, അതിന്റെ ഒന്നും കാര്യമില്ല. നിന്നെയൊക്കെ ഇതിന്റെ പൂർണ്ണ രൂപം ഞാനിത് വെച്ചത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. കാരണം ഇവരാണ് എന്നെ വിളിക്കുന്നത്. ഇവരെന്നെ വിളിച്ചിട്ട് ഇവരെൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഗുണ്ടയെ വെച്ച് ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് അറിയത്തുമില്ല. ഈ സ്ത്രീ നിരന്തരം വന്ന് എൻ്റെ ചാനലിൽ വന്ന് മൊത്തം വൾഗർ കമന്റ്സ് ആണ് ഇടുന്നത്. വൾഗർ കമന്റ്സിന്റെ മേൽ വൾഗർ കമന്റ് ആണ് ഇവർ ഇടുന്നത്. എനിക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഭർത്താവുണ്ട്. ഞാൻ സഹോദരന്റെ കൂടെ കിടക്കുന്നത്. പിന്നെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ 2 നീ ഇങ്ങനെ ഗുണ്ടകളെ വിട്ട് എന്തോ ചുമ്മാ തെമ്മാടത്തരം പറയും. പിന്നെ നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ 2 നീ ഇങ്ങനെ ഗുണ്ടകളെ വിട്ട് എന്തോ ചുമ്മാ തെമ്മാടത്തരം പറയും. ചട്ടുകാരി എനിക്ക് നിന്നെ എനിക്ക് ചട്ടുകാലൊന്നും ഇല്ല. നീ ഞാൻ പറഞ്ഞടി പേട്ട അമ്പലത്തിൽ നമുക്ക് വരാൻ പറഞ്ഞടി മയിലേട്ട നീ വരാത്തത്. നിന്നെ ഞാൻ കാത്തിരിക്കാനടി 7 പട്ടികളുണ്ടടി. ആ പട്ടിക്കൂട്ടിട്ട് അടക്കി നിന്നെ അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ പട്ടിക്കൂട്ടിട്ട് അടക്കും. അവള് ഗുണ്ടയായിരിക്കും, കള്ളം പറയണടി നാറി. അപ്പൊ അവിടെ തെളിവിച്ചോണ്ടിട്ടടി ഉണ്ടാക്കിയവൻ ഒരുത്തന്നല്ലോ. പലവന്മാർക്ക് നീ ഉണ്ടാക്കിയാ പിന്നെ നിന്നെ എങ്ങനെയാണ് ഒരുത്തന്റെ ഭാര്യ എന്ന് പറയുന്നത്? നായെ രേണുവിനെ കെട്ടാൻ നിന്നെ പോലെ സ്വന്തം സഹോദരന് കടന്നു കൊടുക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ. സ്വന്തം സഹോദരിമാരെയും സഹോദരന്മാരെയും ഞങ്ങൾ കല്യാണം കഴിക്കാറില്ല കേട്ടോടി. നിന്നെ പോലെ സ്വന്തം സഹോദരനെ പോലും കടന്നു കൊടുത്ത കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്ന ശീലം എനിക്കില്ലടി മയിലേ. ഞാൻ ഇന്ന് വരെ ഒരു വികലാംഗരെയും വയസ്സിന് മൂത്തവരെ അടിച്ചിട്ടുമില്ല. ഞാൻ ആ വികലാംഗരെ പ്രത്യേകിച്ച് ഞാൻ ആക്ഷേപിച്ചില്ല. പക്ഷെ നിന്നെ ഞാൻ വിളിക്കും ചട്ടുകാലിയെന്ന് കേട്ടോ. ചട്ടുകാലി നിന്റെ ചട്ടുകാലം എന്റെ കഴുത്തിലാണ്. നീ എന്നെ കണ്ടിട്ടുണ്ടോ? പട്ടികളെ മേയ്ക്കും. എന്റെ കൈക്ക് തന്നെ ഉണ്ട് നിന്നെ ഇടിച്ച് വീഴ്ത്താനുള്ള ആരോഗ്യം. വയസ്സിന് മൂത്തവരെ ഞാൻ തല്ലിയിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് തല്ലി കൊല്ലണം നിന്നെയായിരുന്നു. പട്ടി ഞാനല്ല അത്രയും കോടീശ്വര കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ. അതുകൊണ്ടാണ് 1 ലക്ഷം രൂപ നിനക്കെതിരെ കേസ് ഞാൻ നടത്തുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? ഇത്രയും തെറി വിളിക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് തെറി വിളിക്കണ്ടില്ലേ? തിരിച്ചങ്ങോട്ട് കൊടുക്കത്തില്ലേ? കൊച്ചുങ്ങളെ ഇങ്ങോട്ട് പറയണത് ആരും കേൾക്കുന്നില്ലേ? എവിടെയും ഇത് എവിഡൻസ് ആണ്. എവിടെ കൊണ്ട് കൊടുത്താലും ഇത് എവിഡൻസ് ആണ്. ഇവരാണ് ഏറ്റവും മോശമായിട്ട് എന്നെ അവഹേളിച്ചിട്ടുള്ളത്, എൻ്റെ കുട്ടികളെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അപ്പുറത്തിരിക്കുന്ന കടപ്പുറം കക്കൂസ്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ഇപ്പം എനിക്കത് പബ്ലിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു.
നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ആക്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നു, കാണാതിരുന്നു, പോകാതിരുന്നു, എന്തോ ഇരുന്ന് കുരയ്ക്കട്ടെ എന്നുള്ള രീതി ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടതാണ്. കുരച്ച് 3 വർഷമായിട്ട് ഒരാൾ ആക്രമിക്കുകയാണ്. 1, 2 അല്ല, 3 വർഷമായി നിരന്തരം. അപ്പൊ ഇത് സ്കോർ ചെയ്യുന്നു. ഇവിടെ വന്നു, വെക്കേഷന് വന്നപ്പോൾ ഒളിച്ചു നടന്നു. എന്തേ ധൈര്യമുള്ളവർ ഒളിച്ചു നടക്കണതിന്? സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് ഞാനല്ല, എൻ്റെ മകന്റെ ജോലി സാധ്യത അത് കണക്കിലെടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ പറയുന്ന വെപ്പാട്ടം കൂടെ ഇല്ലാത്തവൾ എന്തിനാ തനിച്ചൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ താമസിക്കുന്നു? സ്വന്തം വീടില്ലേ? അമ്മയുടെ വീടില്ലേ? ഭർത്താവിന്റെ വീടില്ലേ? വെപ്പാട്ടന് വീടില്ലേ? എന്തേ അവിടെയൊന്നും താമസിക്കാതെ ഒളിച്ച് താമസിക്കുന്നത്? ഇതൊക്കെ അവര് ചെയ്തിട്ട് അവര് വന്നിരുന്നു കൊണ്ട് പത്രസമ്മേളനം നടത്തുകയാണ്. ഇത് സ്ഥിരമായ പരിപാടിയാണ്. ഞാൻ ഇത് എപ്പോഴും പറയുന്ന കണക്ക് കമുത്തി വെച്ച് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. കാരണം നിയമപരമായിട്ട് നീങ്ങണമെങ്കിൽ നമ്മൾ ഈ ഭാഗത്തു നിന്നൊന്നും പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇങ്ങോട്ട് ഗുണ്ടകളെ വിടുക, ഇങ്ങോട്ട് തെറി വിളിക്കുക. ഇനി വേറൊരുത്തി വിളിച്ച തെറിയുണ്ട്, അതിൽ മുഴുക്ക എൻ്റെ കുട്ടിയുടെ സാധനം പഴുത്തതാണ്, പുഴുത്തതാണ്, അവന് ഫാറ്റി ലിവർ ഉണ്ട്, അവൻ അത് പറയണ നീ വിരിച്ചു വെച്ച് കൊടുക്കുകയല്ല നിന്റെ മകന് എന്നാണ് പറയുന്നത്. വാർത്താ സമ്മേളനത്തിലിരുന്ന് മക്കളെ പണഞ്ഞു എന്ന് പറയുന്നതാണ്. നീ നിന്റെ മകന് വിരിച്ചല്ലേ കൊടുക്കുന്നതെന്ന്. അതും ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ മോഡറേറ്റ് ആണ്, വളരെ വൾഗറായ. ഇവർക്കൊക്കെ നമ്മളെ പറയാം, തിരിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ തെറിക്കാരി. ഇന്നലെ ഒരുത്തരുന്നോണ്ട് വായ്ത്താളം പറയുന്നുണ്ട്, ഞാൻ മക്കളെ ഒന്നും പറയാറില്ല. ശരിയാണ്, മകനിലൂടെ അമ്മ ഗർഭിണിയായെന്ന് തമ്പയെ കൊടുക്കാറുള്ളൂ. എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണ്. എന്നെ വിളിച്ചിട്ട് ചിന്നക്കട വെടി എന്നെ തെറി വിളിക്കുന്നത്, ഞാൻ അവളാ മറ്റേതാക്ക് ശുനകപുത്രി അത് ഇതെന്ന് പറഞ്ഞ് ഒരുത്തം പച്ചയ്ക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് വീഡിയോ ചെയ്യുകയാണ്. എടുത്തു വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അവര് ഭയങ്കര തെറിവിളിയാണ്, അവർ ശരിയല്ല. പച്ച തെറി വിളിക്കുന്ന റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ചിന്നക്കട വെടിയെ വിളിക്കുന്ന തെറി, അതിന്റെ ക്യാപ്ഷൻ വരെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട്, അവൻ ഇട്ട കമന്റ് വരെ എനിക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അമ്മാതിരി തെറി വിളിച്ചവനാണ് അവൻ ആ തെറി ഓക്കെയാണ്. പക്ഷെ പബ്ലിക്കിൽ അവന് മറ്റൊരു മുഖമാണ്. അവൻ തെറിയെ വിളിക്കില്ല, ബാഡ് വേർഡ്സേ ഉപയോഗിക്കത്തില്ല. വേറെ ഒരുത്തനാണെങ്കിൽ അതിനേക്കാൾ ഉപരി ഞാൻ ഒരിക്കലേ വിളിച്ചുള്ളൂ, ഞാൻ ഒൺസേ വിളിച്ചുള്ളൂ. എവിടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ അതിനകത്ത് കയറി അവരതിനകത്ത് എന്ത് ചെയ്യണോ എന്ന് നോക്കി അതിന്റെ വീഡിയോ ക്ലിപ്പ് എടുത്ത് പുറത്തിട്ടവനാണ് ഇപ്പൊ മാന്യൻ ചമയൻ. എന്തുകൊണ്ടെന്നറിയാമോ? സ്ട്രൈക്ക് പേടിയാ, ചാനൽ നഷ്ടപ്പെടും. അപ്പോ മര്യാദയ്ക്ക് അവൾക്ക് സപ്പോർട്ടീവായി പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഷെഫീന ബീവിയെ കുത്തണം. ഷെഫീന ബീവിയെ കുത്തി കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് സ്കോർ കിട്ടും. പൊതുസമൂഹമാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള മനുഷ്യർക്ക് പൊതുസമൂഹമാണ് മറുപടി കൊടുക്കേണ്ടത്. ഞാനിത് ഇത്രയും ദിവസം ഞാൻ മിണ്ടാതിരുന്നു, പറയണ്ടെന്ന് വെച്ചു, മിണ്ടാതെ വിട്ടിട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ ഒരാളുടെ കൂടെയും ഞാനില്ല. എന്നെ ഇവർക്കൊക്കെ എന്തെങ്കിലും രീതിയിലൊരു പ്രയോജനം വരുമ്പോൾ ഇവരൊക്കെ വന്ന് തൂങ്ങാറുണ്ട്. എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അന്നോടെ വിടുന്നു. അതിനപ്പുറം ഒരാളുമായിട്ടും എനിക്കൊരു സഹകരണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് ഇവരാരും വേണ്ട. ഞാൻ ഇവരാരെയും കണ്ടുകൊണ്ടല്ല ചാനൽ തുടങ്ങിയത്. എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? എൻ്റെ ചാനൽ പോയ സമയത്ത് എൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു? അവരൊക്കെ ഇന്നും എൻ്റെ ഒപ്പം നിൽപ്പുണ്ട്. അവരൊക്കെ ശക്തമായി എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്, എൻ്റെ ഒപ്പം സ്ട്രോങ് ആയി നിൽപ്പുണ്ട്. അവർ മതി എനിക്ക്. ഞാൻ അവരെ ഉൾക്കൊള്ളുന്നുള്ളൂ. അവർക്കാർക്കും ചാനലില്ല. ചാനലുള്ള ഒരാളെയും ഞാൻ എൻ്റെ അയലത്ത് അടുപ്പിക്കത്തില്ല. കാരണം അതെൻ്റെ എക്സ്പീരിയൻസ് ആണ്. ചാനലുമായിട്ട് വരുന്ന ഒരാളെയും ഞാൻ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണവും അതാണ്. സപ്പോർട്ട് ചെയ്താൽ അവർ നാളെ ആ ചാനലിൽ കൂടെ എന്നെ അപരാധം പറയും. കാരണം അവർക്കറിയാം ഷെഫീന ബീവിയെ തെറി വിളിച്ചാലേ റീച്ചുള്ളൂ. ഷെഫീന ബീവി എന്തും പറയാം. ഷെഫീന ബേ ചട്ടുകാലിയെന്നും 4 കെട്ടിയെന്നും 40 കെട്ടിയെന്നും എന്ത് രീതിയിലുള്ള വൃത്തികേടും ഷെഫീന ബീവിയെ പറയാം. കാരണം അവരങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഷെഫീന ബീവി തെറി വിളിക്കാരിയാണ്. അവരെ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത്. എൻ്റെ മക്കളെ പറയാം, കാരണം അത് ഷെഫീന ബീവിയുടെ മക്കളാണ്. എന്ത് വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പവുമില്ല. ഇതിനൊക്കെ ഒരു നീതി ന്യായം എന്തെങ്കിലും വേണ്ടേ? പോലീസുകാരെ വഴക്ക് പറയുന്നത്, പോലീസുകാർ കാണയില്ല, ഇവരെന്താ പൊട്ടക്കണ്ണാണോ? ഞാനൊരു വീഡിയോ ഇട്ട് ആദ്യം അത് പ്ലേ ചെയ്യുന്നത് സൈബർ സെല്ലില്ല. അവിടെ നോക്കി അവിടുന്ന് ചെക്കിങ് ആയി അവിടുന്ന് ഇതായാലേ എനിക്കത് പെർമിഷൻ പോലും ഉള്ളു പബ്ലിക് ചെയ്യാൻ. അങ്ങനെയുള്ള പോലീസുകാർക്ക് അറിയത്തില്ലേ ഷെഫീന ബീവി എന്ത് ചെയ്യും, ഏതറ്റം വരെ പോകും എന്നുള്ളത്. എന്തിനും അതിന് ഷെഫീന ബീവിയെ പിടിക്കണം. ഷെഫീന ബീവി ആരുടെടുത്തും ഷോ കാണിക്കാനും പട്ടി ഷോയ്ക്കുമല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്.
അങ്ങനെ ചെയ്യുന്നവർക്കാണ് FIR വീഴുന്നത്. പട്ടിഷോയ്ക്ക് ഇറങ്ങുന്നവർക്കാണ് അങ്ങനെ FIR കിട്ടുന്നത്. ഷെഫീന ബീബിക്ക് അങ്ങനെ കിട്ടാത്തത് അതുകൊണ്ടാണ്. നിങ്ങൾ എത്ര പേര് കൊണ്ട് കൊടുത്താലും അവിടെ ഒരു തെളിവ് അവശേഷിക്കത്തില്ല. അതിന് മാത്രമുള്ള ഒരു ക്രൈമും ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നില്ല. എൻ്റെ കുട്ടികളെ പറഞ്ഞാൽ ഞാൻ കൊടുത്ത കേസ് പോലീസ് എടുത്തില്ല എങ്കിൽ നിന്റെ കുട്ടികളെ ഞാൻ പറയും. അതിനെതിരെ പോലീസ് കേസെടുത്താൽ ആ കേസെടുത്ത പോലീസുകാരൻ കോടതിയിൽ വന്ന് നിൽക്കും. കാരണം റെസീപ്റ്റ് ഞാനാണ് ആദ്യം ഉണ്ടാക്കിയത്. എൻ്റെ കുട്ടിയെയും എന്നെയും തെറി വിളിച്ചതിന് ആക്ഷൻ എടുത്തില്ല, ഞാൻ ആക്ഷൻ എടുക്കും. എന്നെ കൊണ്ട് അത് സാധിക്കും. ഞാനാണോ കോടതി എന്ന് ചോദിച്ചാൽ ഈ വിഷയത്തിൽ ഞാൻ തന്നെയാണ് കോടതി. അത്രയേ ഉള്ളൂ. ആ കുട്ടിയെ ആക്രമിക്കാൻ ഇട്ടുകൊടുത്തത് ഇവരാണ്. ചെന്നാൽ കാല് വെട്ടു എന്ന് പറഞ്ഞത് ഇവരാണ്. ഫോൺ ബന്ധാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞത് ഇവരാണ്. ഇവരുടെ സഹോദരി ഉൾപ്പെടെ ആ കുട്ടീനെ പറയുന്നു. സ്വന്തം കുഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ ആളുകളെ കൊണ്ട് അവനെ തെറി വിളിപ്പിക്കുമോ? സ്വന്തം കുട്ടീനെ ഇങ്ങനെ തെറി വിളിക്കാൻ വിട്ടുകൊടുക്കുമോ? ഇല്ല. മറ്റൊരാളുടെ കുഞ്ഞാണത്. ലാഭത്തിന് മാത്രം വെച്ചതാണ്. ഇച്ചിരി കഞ്ചാവും കള്ളും വാങ്ങിച്ചു കൊടുത്ത് ഇത്തിരി പൈസ നക്കാപ്പിച്ച് ഇട്ടുകൊടുത്ത് ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവനെ ഞാൻ നോക്കി എന്ന് ഗീർവാണം അടിച്ച ഈ സ്ത്രീയുടെ കയ്യിലേക്ക് ആ കുട്ടി ചെന്ന് ചേരുമ്പോൾ 11 വയസ്സാണ്. 11 വയസ്സുള്ള ഒരാളെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ 11 വയസ്സുള്ള കുട്ടി എനിക്ക് ചായ ഇട്ട് തരാറുണ്ട്. അപ്പോ അവനെ ഉപയോഗിച്ച് ഇതുവരെ എത്തിയ ശേഷം ഇപ്പോ അവനെ പച്ചത്തെറി വിളിക്കുന്നത് എന്ത് തരം അവസ്ഥയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവര് അവിടെ ഇരുന്നുകൊണ്ട് വരട്ടെയും കണ്ടമാനം വർത്തമാനം പറയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് ഇതേതറ്റം വരെ പോകുമെന്നുള്ള സാമാന്യ ബോധം എനിക്കുള്ളത് കൊണ്ടാണ്. സോ ദേറായാം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ എടുത്തു വെച്ച് ചെയ്തിട്ട് ഷെഫീന ബീബിയായിട്ട് എനിക്ക് പൊരുത്തമൊന്നുമില്ല, ഷെഫീന ബീബി എനിക്ക് ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ എൻ്റെ ചാനൽ അടിച്ചാൽ ഞാൻ പുതിയ ചാനൽ കൊണ്ടുവരും. ബിക്കോസ് എനിക്കറിയാം എൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ടാവുമെന്ന്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും എന്നെ ഒതുക്കാൻ നോക്കിയതിനാണ് ഞാൻ റിക്കവർ ചെയ്ത് വന്നത്. റിക്കവർ ചെയ്ത് വരുമ്പോൾ മാസമായിട്ടാണ് വരിക, ആസായിട്ടല്ല. അതൊക്കെ നീയാണ്. ഈ പ്ലക്കമ്മ എന്ന് പറയുന്നത്, പ്ലക്കമ്മയായിരുന്നാലും ചിന്നക്കട വെടിയായിരുന്നാലും ഏവളൊക്കെ ആയിരുന്നാലും തലകുത്തി മറിഞ്ഞാലും എൻ്റെ ആ തട്ട് താണ് തന്നെ ഇരിക്കും. അത് അവിടെ തന്നെ ഉണ്ടാകും. ഇതുപോലെ ബൾഗാരിറ്റിക്കോ വൃത്തികേടിഞ്ഞോ കൂട്ടുനിന്ന് എനിക്ക് ചരിത്രമില്ല. എനിക്ക് ആരുടെയും മുമ്പിൽ കുമ്പിട്ട് ഓച്ചാനിച്ച് നിൽക്കണ്ട. എൻ്റെ ചാനൽ പോകുമെന്ന ഭയം കൊണ്ട് കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ കുതികാല് വെട്ടുന്ന പരിപാടി എനിക്കില്ല. ഞാനത് ചെയ്യാറില്ല. അത് ചെയ്യുന്ന നാറികൾ എൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും അർഹതപ്പെട്ടവരല്ല. സ്ട്രൈക്ക് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ബോധം ഉണ്ടാവണം. അത്രേ ഉള്ളൂ. നിങ്ങളെ ആരെയും വിരട്ടി കൂടെ നിർത്തേണ്ട ഒരു ഗതികേടും എനിക്കില്ല. പക്ഷെ പലരെയും ആക്രമിക്കുന്ന കണ്ടപ്പോൾ പാവം തോന്നിയിട്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഒപ്പം ഇവരാരെയും ഞാൻ ചേർത്ത് പിടിച്ചിട്ട് ഒരാളെ ഞാൻ വിശ്വസിക്കുന്നത് പോലുമില്ല. എൻ്റെ ഒപ്പം നല്ല കുറേ സുഹൃത്തുക്കളുണ്ട്, നല്ല കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് എൻ്റെ ഒപ്പം. അവരെൻ്റെ ഒപ്പമുണ്ട്. ഈ ഒരു ലൂപ്പിലേക്ക് എനിക്ക് ഇവരാരെയും താല്പര്യമില്ല. എന്നെൻ്റെ ചാനൽ പോയ സമയത്ത് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ നിർത്തിയവർ ഇന്നും അവിടെ നിൽപ്പുണ്ട്. അവരെൻ്റെ ചങ്ക് ഫ്രണ്ട്സാണ്. അവർക്കറിയാം എങ്ങനെ എന്നെ എവിടെ സഹായിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ഉള്ളിടത്തോളം ഞാൻ എക്സിസ്റ്റ് ചെയ്യും. ഒരു പറ്റം MDMA കൂക്കികളും ഒരു പറ്റം പെൺവാണിഭ സംഘവും ഒരു പറ്റ കോൾഡ് കടത്തുകാരും ചേർന്ന് കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചാൽ അത് നടക്കണ കേസല്ല. ഞാൻ ഇതുവരെ എൻ്റെ സോഴ്സ് ഉപയോഗിച്ചിട്ടില്ല. അതെൻ്റെ കുറവാണ്. എൻ്റെ പരിചയങ്ങൾ, എൻ്റെ സോഴ്സ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അത് ഉപയോഗിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ കിച്ചുവിനൊപ്പം തന്നെയാണ് നിങ്ങൾ അമ്മമാർ, കിച്ചുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അവൻ്റെ ഒപ്പം നിൽക്കുക. ആ കുട്ടി ടാർഗറ്റഡ് ആണ്. അവൻ എന്തുകൊണ്ട് മിണ്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ ചിലപ്പോൾ ഇവളെ മുമ്പിൽ പോയി തൊഴുതു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. കാരണം ചുറ്റും നിന്ന് ആക്രമിച്ചു കളയും. ഇപ്പം ഇത്രയും സ്ട്രോങ് ആയ എനിക്കിട്ട് താങ്ങുന്നത് കാണുന്നില്ലേ? ഒരാൾ പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് പറയണ, എടി നീ ഗുണ്ട അയച്ചോടി, നിന്നെ വെട്ടൂടി കുത്തൂടി ചട്ടുകാരി, ഒരുത്തി വിളിച്ച് പറയുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയം ആലപ്പുഴ പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ഫോൺ കോൾ വരുന്നത്. ഞാൻ പറയുന്നത് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, എനിക്ക് നിങ്ങൾ എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ മാന്യമായിട്ടാണ് ഞാൻ അവരോട് ബിഹേവ് ചെയ്തത്. അപ്പോൾ ഞാൻ മറ്റതാണ്, അത് വേണമെങ്കിൽ ഞാൻ അതൊന്നും പ്ലേ ചെയ്ത് തരാം, അല്ലെങ്കിൽ അത് വിശ്വസിക്കത്തില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞു. എന്നെ ഇങ്ങോട്ടാണ് കോൾ ചെയ്തത്. അത് എനിക്ക് ആ ഷുവർട്ടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിൽക്കുന്നത്. എനിക്കറിയാം ഉറപ്പായിട്ടും ഇത് കേൾപ്പിക്കേണ്ടടുത്ത് കേൾപ്പിക്കേണ്ടി വരുമെന്ന്. ഹലോ ഹലോ ഹലോ, ഇത് ഷഫീന ബീവിയാണോ? അതെ. ഷഫീന, ഞാൻ ബിന്ദുവാണ്. ബിന്ദു ഹരേകൃഷ്ണ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഗുണ്ടകളെ വെച്ചിട്ട് എന്നെ ചതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? ഈ ജൂഡ് ഷൂട്ടർ എന്ന് പറയുന്ന നിങ്ങളുടെ ഗുണ്ട എന്നെ ഇങ്ങനെ ആവശ്യമില്ലാതെ അയാള്, ഞാൻ ബിന്ദു ഹരേകൃഷ്ണ എന്ന് പറയും. അതൊക്കെ ആര്, നിങ്ങൾ ആര്, ഏത്? ഞാൻ ജൂഡ് ഷൂട്ടർ എന്ന് പറയുന്ന നിങ്ങൾ എന്തിനാണ് ഈ ഗുണ്ടകളെ വെച്ചിട്ട് എന്നെ ആക്രമിപ്പിക്കുന്ന കേസ് കോടതി നടക്കിയത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് അവരെന്റെ ഗുണ്ടയാണെന്ന് പറയുന്നത്? ഞാൻ അവരെ ആരെയും വിട്ടിട്ടില്ലല്ലോ. അടുത്തിങ്ങനെ സ്വഭാവം നിർത്തണം. കേസ് കോടതി കിടക്കുകയാണ്. അവൻ ചതിച്ചോണ്ടോ അവിടെ ഇവിടെയൊക്കെ വന്നോണ്ടിരുന്ന
കുഴപ്പമാണ്? അവൻ എന്തിന്റെ കുഴപ്പമാണ്? അതൊക്കെ എനിക്ക് പറയാം. അവന് മാത്രമല്ല, നിങ്ങൾ എന്തിനാണ് ഇവനെ ഒരു ഷാഹി കൊടിയിട, ഒരു ജൂഡിഷ് ലീഡർ, നിങ്ങൾക്ക് തലയ്ക്ക് വട്ടമുണ്ടോ കളി? കോടതിയുടെ കേസൊക്കെ ഇല്ലേ? മര്യാദ നമ്മൾ പ്രചരിച്ചാ പോരെ? പിന്നെ എൻ്റെ വായി നല്ലത് കേൾക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളത് നല്ലതുപോലെ കൊടുക്കും. ഞാൻ അറിയാത്തൊരു കാര്യം, ഞാൻ ചെയ്യാത്തൊരു കാര്യം എൻ്റെ തലയിൽ കെട്ടിവെച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഈ സ്ത്രീ നിസ്സാര ശല്യമല്ല പിറകെ നടന്ന് ചെയ്യുന്നത്, നിസ്സാര ശല്യമല്ല ചെയ്യുന്നത്. കൊണ്ടുപോയൊരു പെറ്റീഷൻ എങ്ങണ്ടാ കൊടുത്തു, പോലീസ് വിളിച്ചു, ഞാൻ പോലീസിന് വിവരങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇതിനകത്ത് ഞാനാണോ അവരാണോ? സ്റ്റേഷനിൽ ചെന്നത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ കോടതിയിലോട്ട് വിട്ടു, എൻ്റെ വക്കീൽ പറഞ്ഞോളൂ. എൻ്റെ വക്കീലിനെ കൊണ്ട് സംസാരിപ്പിച്ചു. വക്കീൽ പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഈ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കേസ് എടുത്തോളി, ഞങ്ങൾ ഫേസ് ചെയ്തോളാം, നോട്ടീസ് അയക്കി ഹാജരാകും. നോട്ടീസ് അയക്കണം. പിന്നെ എൻ്റെ വൈകല്യത്തിനെ കളിയാക്കുന്നത്, 40% ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടോടി നിനക്ക്? പിന്നെ നീ കഴിക്കുന്ന മരുന്ന് എന്താടി? ആരടി നീ? നക്കി തിന്നാൻ നല്ലിപ്പില്ലാതെ പിച്ചയെടുത്ത് കടന്ന നീ, തൂങ്ങിച്ചാവാനായിട്ട് മെനക്കെട്ട് നിന്ന നീ, റെയിൽവേ ട്രാക്കിൽ ചാടി ചത്ത് കളയുമെന്ന് പറഞ്ഞ് കൊച്ചുങ്ങളെയും കൊണ്ട് റോട്ടിൽ നിന്ന് നിന്നെ വീട്ടിൽ കയറ്റി ചാപ്പാട് തന്നതിനാണ് ഈ വൃത്തികേട് അത്രയും നീ എനിക്കിട്ട് ചെയ്യുന്നത്. നീ ആരുടെ കണ്ണ് മൂടി കെട്ടിയാലും പടച്ച റബ്ബിന്റെ കണ്ണ് നിനക്ക് മൂടിക്കെട്ടാനാകത്തില്ല എന്നുള്ളത് വലിയ വസ്തുതയാണ്. ഇത് നമ്മളെ ശല്യം ചെയ്യുന്നത് ഓക്കെ, ഇത് പറയണ്ട ചെയ്യണ്ട എന്ന് ഇവിടെ വിലക്കിയത് കൊണ്ടാണ് ഇന്നലെ ഞാൻ ലൈവിൽ ഇത് പറയാനാണ് വന്നത്. നമ്മളെ എന്തും പറയാം, മനസ്സിലായോ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ആലോചിക്കും, നമ്മളെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ആ വിഷ ജന്തു ഇരുന്നുകൊണ്ട് പറയുന്ന എനിക്ക് തോക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെ വെടിവെച്ച് കൊല്ലണമായിരുന്നെന്ന്. എത്ര വലിയ ഓഫൻസാണ്. പോലീസ് ഇത് കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ഇനി രഞ്ജിനി കൊണ്ടുപോയി എനിക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരാദ്യം തുടങ്ങി? ആരെ പറഞ്ഞാലും അവർക്ക് മാനേഴ്സോടെ പറഞ്ഞൂടെ? നിങ്ങളിങ്ങനെ പറയാൻ പാടോ? നിങ്ങളൊരു അമ്മയല്ലേ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് മുമ്പ് ഞാൻ ചുരുളും, എനിക്ക് നാണക്കേട് ഫീൽ ചെയ്യും. നിങ്ങൾക്കൊരു എൻ്റെ കയ്യിലൊരു തോക്കുണ്ടെങ്കിൽ നിങ്ങളെ എനിക്ക് വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ്? എന്തും പറയാം അല്ലേ? പ്ലക്കമ്മ പറയണ് എൻ്റെ മോളെ കാര്യം പറഞ്ഞു, എന്നെ അങ്ങോട്ട് ഉണ്ടാക്കി എന്ന്. പ്ലക്കമ്മ എന്നെ പറഞ്ഞിട്ടല്ലേ ഞാൻ തിരിച്ചു പറഞ്ഞത്? പ്ലക്കമ്മ ആരെന്നെ പറയാൻ? പ്ലക്കമ്മ ആരെങ്കിലും ഇവിടെ വിളിച്ച? പ്ലക്കമ്മയല്ലേ ആദ്യം അടവിധവയ്ക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ? ആര് കണ്ടില്ലേ നിങ്ങളത്? അവർക്ക് എന്തും പറയാം, നമ്മൾ പറയുമ്പോൾ പ്രശ്നം. അതെന്ത് പോളിസിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനത്തിന് വിടുന്നു, ജനം തീരുമാനിക്കട്ടെ, ജനം ഡിസൈഡ് ചെയ്യട്ടെ. താങ്ക് യു.